നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പാതിവില തട്ടിപ്പിൽ മുഖ്യ പങ്കാളിയായ ആമ്പൻ മോഹനെതിരെ നടപടി ആവശ്യപ്പെട്ട് വുമൺ ഓൺ ഫയറിന്റെ നേതൃത്വത്തിൽ പാതിവില തട്ടിപ്പിനിരയായവർ മോഹനന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മോഹനന്റെ ഇടച്ചേരിയിലുള്ള വീട്ടിലേക്ക് നടത്തിയ മാർച്ച് ടി പ്രേമജ ഉദ്ഘാടനം ചെയ്തു. മോഹനെതിരെ നിരവധി പരാതികൾ കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് അവർ പറഞ്ഞു. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇതുവരെ ഇരകളിൽ നിന്നും മൊഴിയെടുക്കുന്നതിന് പോലും വിളിപ്പിച്ചില്ലെന്ന് സമരക്കാർ പറഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എടുത്തു കൊടുക്കാനുള്ള പൈസ അല്ല അത്. അപ്പോ ഇവരുടെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടെന്നും അതാണ് ഇവര് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതെന്നും അറിയാൻ പറ്റും. അത് പോലീസുകാർ അന്വേഷിക്കണം. ഇവരുടെ അക്കൗണ്ടിൽ ഈ ക്യാഷ് എങ്ങനെ വന്നു, ഈ സോഴ്സ് എങ്ങനെയാണെന്നും നമുക്ക് അറിയണം. വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ് ഇവര്. ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു, വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു 12 ലക്ഷം ക്യാഷ് ഉണ്ടെന്ന്. പിന്നെ പിറ്റേ ദിവസം സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു. അവർ കൊണ്ടുവന്നത് 9 ലക്ഷമാണ്. അപ്പൊ ബാക്കി 3 ലക്ഷം ഇവരെന്ത് ചെയ്തു? ആ 9 ലക്ഷം പോലീസ് കണ്ടുകിട്ടിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഈ സെറ്റിൽ ചെയ്യുന്ന പൈസ എവിടുന്നാണ്? ഇതിന്റെ സോഴ്സ് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഇവര് കൊടുത്ത ക്യാഷ് അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുപ്പിക്കണം. കാരണം അത് ഓരോരുത്തരുടെയും ക്യാഷാണ്. നമുക്ക് നീതി വേണം. ഇവര് പിന്നെയും നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ക്യാഷില്ല എന്നിട്ട് പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയാണ്. മോഹനന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യാനൊരുങ്ങിയ സമരക്കാരെ വീടിന് സമീപം പോലീസ് തടഞ്ഞു. നഫീല AP, ഇബ്രീസ P, പ്രഗില CP, ശ്രുതി M തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.